വിശുദ്ധ ഇഗ്നാത്തിയോസ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ആദ്യകാല സഭാപിതാക്കന്മാരിൽ ഒരാളാണ്. സുവിശേഷകനായ യോഹന്നാൻ സ്ലീഹായുടെ ശിഷ്യനായിരുന്നു ഇദ്ദേഹം എന്നാണ് പാരമ്പര്യം. അന്ത്യോക്യായിലെ സഭയുടെ മൂന്നാമത്തെ പാത്രിയർക്കീസായി ഇഗ്നാത്തിയോസ് സ്ഥാനമേറ്റു. പത്രോസ് സ്ലീഹായുടെ സിംഹാസനം എന്നറിയപ്പെടുന്ന ഈ സ്ഥാനം ആദ്യകാല ക്രിസ്തീയ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. ഇദ്ദേഹത്തെ തിയോഫോറസ് അഥവാ ദൈവവാഹകൻ എന്ന് വിളിക്കുന്നു. യേശു കൈകളിലെടുത്ത് അനുഗ്രഹിച്ച കുട്ടികളിൽ ഒരാളായിരുന്നു ഇദ്ദേഹം എന്നൊരു പാരമ്പര്യമുണ്ട്. ട്രോജൻ ചക്രവർത്തിയുടെ കാലത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന സമയത്ത് ഇഗ്നാത്തിയോസിനെ റോമിലേക്ക് കൊണ്ടുപോയി വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുക്കുവാൻ വിധിച്ചു. അന്ത്യോക്യയിൽ നിന്ന് റോമിലേക്കുള്ള യാത്രാമധ്യേ ഇദ്ദേഹം 7 സുപ്രധാന ലേഖനങ്ങൾ എഴുതി. ഈ ലേഖനങ്ങളിൽ മെത്രാൻ്റെ പ്രാധാന്യം, വിശുദ്ധ കുർബാനയുടെ പവിത്രത, യേശുവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും എന്നിവയെക്കുറിച്ച് ശക്തമായി പഠിപ്പിച്ചു. ഈ ലേഖനങ്ങളിലാണ് ആദ്യമായി കാതോലിക്ക സഭ എന്ന പദം രേഖപ്പെടുത്തിയിരിക്കുന്നത്. റോമൻ സർക്കസിൽ വെച്ച് സിംഹങ്ങൾക്ക് ഇരയാക്കപ്പെട്ടാണ് ഇദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചത്. ഞാൻ ദൈവത്തിൻ്റെ ധാന്യമാണ്, ക്രിസ്തുവിൻ്റെ പരിശുദ്ധ അപ്പമായി തീരാൻ ഞാൻ ഈ മൃഗങ്ങളുടെ പല്ലുകളാൽ അരയ്ക്കപ്പെടണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാക്കുകൾ. ഇദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വ ദിനം ഡിസംബർ 20 ഓർമ്മിക്കപ്പെടുന്നു. ഇഗ്നാത്തിയോസ് ആദിമസഭയുടെ ധീരനായ ഒരു ശുശ്രൂഷകനും വിശ്വാസത്തിൻ്റെ വെളിച്ചം വരും തലമുറയിലേക്ക് കൈമാറിയ വലിയ രക്തസാക്ഷിയുമായിരുന്നു.